ഹേയ്, ഞാൻ കാശിക്കൊന്നും പോകാൻ നിൽക്കില്ല. അല്ല, ഐ ക്യാൻ ഡു ദാറ്റ് മാൻ. കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ നടത്തുന്നേ. എനിക്ക് സിഹിയെ വേണം, സീതയെ വേണം, പിന്നെ കല്യാണം വേണ്ടെന്ന് ഞാൻ എന്തിനാ പറയുന്നേ? ഹേയ് റാം, ഇതൊരു ചടങ്ങ് മാത്രമാടാ. അപ്പോ നീ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് കാശിക്ക് പോകണം. അതൊന്നും പറ്റില്ല മേമ, എനിക്ക് അത്രയും ദൂരം ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. എടാ, നിന്നെക്കാട്ടിലും സിഹിയാ ഒന്നുകൂടി ബെറ്റർ. ഇതൊരു ചടങ്ങാണെന്നറിഞ്ഞാ ശ്രദ്ധയോടെ ഭക്തിയോടെ ചെയ്തോളൂ. നീ എന്തൊക്കെയായി? മോസ്റ്റ്ലി റാമിന് ചിലപ്പോ പേടി കാണും, കല്യാണം ശരിക്കും മുടങ്ങിയാലോന്ന്. അതുകൊണ്ടായിരിക്കും. ഇതൊക്കെ ഒരു ചടങ്ങിന് മാത്രമാണ്. ഇപ്പോ പെട്ടെന്ന് ചെറുക്കന് ഒരു ദിവസം ലൗകിക ജീവിതത്തോട് വെറുപ്പ് തോന്നിയിട്ട് എനിക്ക് കല്യാണവും വേണ്ട, വെറുക്കപ്പെട്ട ജീവിതവും വേണ്ട എന്ന് തോന്നിട്ട് കാശിയിലേക്ക് പോവാന്ന് പറയും. അപ്പൊ പെണ്ണിന്റെ അച്ഛൻ വന്ന് എന്റെ മകളെ ഞാൻ നിനക്ക് തരിക, കല്യാണം കഴിച്ചോളാൻ പറയും. അത്രേ ഉള്ളൂ. ആ പെണ്ണിനെ കാണുമ്പം തന്നെ നീ ഒന്ന് കുലുങ്ങുമല്ലോ, അപ്പൊ തന്നെ സമ്മതിക്കും. പക്ഷെ രാമ, ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. പെണ്ണിന് അച്ഛനില്ല, അതിന് പകരം പെണ്ണിന്റെ ചേട്ടൻ മറുപടി പറയും. ഡോൺ വറി, നിന്നെ ഞങ്ങൾ കാശിയിലേക്കൊന്നും വിടില്ല, ഇന്ന് തന്നെ കല്യാണം നടത്തും, പോരെ? അതായത് ഇത് വെറും ചടങ്ങ് മാത്രം. ഇതിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? മാച്ച് നടക്കം വേണം എന്ന് നടന്ന പോലെ തോന്നുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്നാ മോൻ കാശിക്ക് ഇറങ്ങിക്കോ. എടാ നീ പൊക്കോ, ഞങ്ങള് തടഞ്ഞോളാം. ബൈ. തോൾമുണ്ട് നോക്കണേ. ബൈ രാമ. ബൈ. ചെറിയ ഇതെന്താ, ആരും എന്നെ സ്റ്റോപ്പ് ചെയ്തില്ലല്ലോ. ഒന്ന് നിക്കാൻ പറയടാ അശോക. എടാ മതിയടാ, എന്റെ ചെറുക്കനെ നിങ്ങൾ വെറുതെ കളിപ്പിക്കല്ലേ. നീ ഇപ്പൊ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, സോ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് എനിക്കൊരു പണി തന്നെ. അതും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് പെർഫോമൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനും പെർഫോമറാ. ശരി, ആയിക്കോട്ടെ. എനിക്ക് കല്യാണം വേണ്ട, ഞാൻ കാശിക്ക് തന്നെ പോവാ. ബൈ ബൈ. നീ ഇന്ന് സീതമ്മയെ കല്യാണം കഴിച്ചേ പറ്റൂ. ആലോചിക്കട്ടെ ഞാൻ. തൽക്കാലം ഞാൻ കാശിക്ക് പോയിട്ട് വരാം. ദേവൻ സീരിയസ് ആയെന്ന് തോന്നുന്നു. എടാ പോയി തടയടാ, പോയി തടയാൻ നോക്ക്. നീ എങ്ങോട്ടാ? എടാ ഒരു ഗൂഗിൾ എറിഞ്ഞല്ലേ. അത്രേ ഉള്ളൂ, തമാശ. നോക്ക്, ഞാനും നല്ലൊരു പെർഫോമറാ. എനിക്ക് ഒരു അവസരം താന്നേ. അത് എന്റെ മകളെയല്ല, എന്റെ അനിയത്തിയെ നിനക്ക് കെട്ടിച്ചേരാം. ദേവി ഇത് കേറി വാളിയാ. കണ്ടില്ലേ, ചോദിക്കുന്ന കണ്ടില്ലേ? വാ. ഞാൻ വരില്ല. എന്നെ നിങ്ങൾ വിചാരിച്ചോ? അയ്യോ പാവം, ഇത്രയൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഡിസിഷൻ ഞാനൊന്ന് മാറ്റി. ഓക്കെ, ഐ എം കമ്മിങ്. മോൾ കൈ പിടിക്കും.
ജനിക്കാൻ പോകുന്ന മോളുടെ ഭർത്താവിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ആ മഹാമായ പാർവതീ ദേവിയോട് പ്രാർത്ഥിച്ച് പൂജകളെല്ലാം ചെയ്യണം. हरिः ओम गणानाहन्त्वा गणपतिगं वामहे कविं कवीनामुपस्रवस्तवं ज्येष्ठराजं ब्रह्मणासादनं श्रीमन्महागणाधिपतये नमः. सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणे नमोस्तुते. ദേവി പ്ലീസ്, എനിക്ക് എന്തൊക്കെയോ ആലോചനകൾ വരുന്നുണ്ട്. ഇതിനെല്ലാം നീ തന്നെ പരിഹാരം കണ്ടെത്തണം. മുത്തശ്ശൻ എന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ച കാര്യമാ. ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ച് കല്യാണം കഴിക്കുന്നത് ശരിയാണോ? എന്താണ് കല്യാണ പെണ്ണെ, ഗൗരി പൂജയൊക്കെ കഴിഞ്ഞോ? കല്യാണ ചെറുക്കൻ അവിടെ കാശിയാത്രയ്ക്ക് ഇറങ്ങി മോളെ. ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് നിർബന്ധിച്ച് മണ്ഡപത്തിലെടുത്തിട്ടുണ്ട്. പ്രിയ, റാമിനോടൊന്ന് വരാൻ പറയൂ പ്ലീസ്. ആഹാ കള്ളി, കുറച്ച് കഴിഞ്ഞ മുഹൂർത്തമാവും. താലി തന്നെ കെട്ടാൻ പോവല്ലേ, എന്നിട്ട് നിനക്കിപ്പൊ ചെറുക്കനെ കാണണോ? അതങ്ങനെയല്ല പ്രിയ. മിണ്ടാതിരി, എനിക്കെല്ലാം മനസ്സിലായി. നേരത്തെ ഞങ്ങൾ നിന്നോടൊന്ന് നോക്കാൻ പറഞ്ഞപ്പോ നീ റൂൾസ് ബ്രേക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഒരു തവണ റൂൾസ് ബ്രേക്ക് ചെയ്തപ്പോ ധൈര്യം വെച്ചോ കള്ളി. അറ്റ്ലീസ്റ്റ് സിഹിയോടെങ്കിലും ഒന്ന് വരാൻ പറയൂ പ്ലീസ്. ശരി, അവള് ചിലപ്പോ മണ്ഡപത്തിന്റെ അടുത്തായിരിക്കും. അവളോട് ഞാൻ വരാൻ പറയാം. ഓക്കെ? സിഹിയോട് പറഞ്ഞ അവൾ തീർച്ചയായും റാമിനെ വിളിച്ചോണ്ട് വരും. हरिः ओम श्रीशैलेशदयापात्रं देवभक्तादिगुणार्णवं लक्ष्मीनाथसमारम्भं नाथयामनमध्यमा. വന്നോളൂ, പെണ്ണിന്റെ ചേട്ടൻ വരന് പൂമാലയിട്ട് പാദപൂജ നടത്തിക്കോളാ. ഫ്രണ്ട്, ഈ ചടങ്ങൊക്കെ ഞാൻ ചെയ്തോളാം. സീകുട്ട, നീ പാദപൂജ ചെയ്യാൻ പോവാന്നോ? എന്താ ഫ്രണ്ട്, എനിക്ക് ചെയ്യാൻ പാടില്ലേ? സിഹി, ഞാനും നിന്റെ അമ്മാവനും ഇവിടെ ഇല്ലേ? ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി പറഞ്ഞിരുന്നു, കല്യാണത്തിന് കല്യാണ ചെറുക്കനെ വിഷ്ണുവിനെ പോലെ ദൈവമായി കണ്ട് പൂജ നടത്തണമെന്ന്. എന്റെ ഫ്രണ്ടും ദൈവമാണ്. എന്റെ ഫ്രണ്ട് ഞങ്ങളെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? മാജിക് കാണിച്ച് എന്റെ മുഖത്തും എന്റെ സീതമ്മയുടെ മുഖത്തും സ്മൈല് കൊണ്ടുവന്നില്ലേ? എന്റെ ഫ്രണ്ടിനെ ഞാൻ പൂജ ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പവും ഇല്ല. ഇൻവിറ്റേഷൻ കാർഡിൽ എന്റെ പേര് കണ്ടില്ലേ? മോളെ, ഇനി കാല് തൊട്ട് വന്നിച്ചോളാ. സീകുട്ട, ഇറ്റ്സ് ഓക്കെ ജഗതേ. നീ എന്റെ കാര്യം തൊടാൻ പാടില്ല. നീ എന്റെ ദൈവമാണ്. സിഹി, സീതമ്മ വിളിക്കുന്നുണ്ട് നിന്നെ. സീതമ്മ വിളിക്കുന്നുണ്ടെന്നോ? അയ്യോ, കുട്ടി അവിടെ നിന്ന് മാറി നിന്നാലും അവൾ ഇവളെ വിടില്ലെന്ന് തോന്നുന്നു. ഒറ്റയ്ക്കിരുന്ന് പൂജ ചെയ്യാൻ അറിയില്ലേ അവക്ക്? ഓ, എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാവും. അതുകൊണ്ടായിരിക്കും അവള് വിളിച്ചത്. അവള് പോട്ടെ. എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരുമോ? നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാതിരിക്കോ? കാര്യം എന്താന്ന് പറ. നീ പോയി നിന്റെ ഫ്രണ്ടിനെ. സീത, ഗൗരി പൂജ കഴിഞ്ഞോ? ഇത് നിനക്ക് അടുത്ത ചടങ്ങിന് ഉടുക്കാനുള്ള സാരിയ. തരൂ. സിഹിക്കുട്ടി, ഇത് ഞാനാ അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. ഇതും ഒരു ചടങ്ങാണ്. അപ്പൊ ഞാൻ കൊടുത്താൽ ശരിയാവില്ലേ? ഇതുണ്ടല്ലോ, വീട്ടിലേക്ക് വരുന്ന മരുമകള് തന്നെ വാങ്ങണം. മരുമകൾ ആരാ? ആരുടെ കല്യാണ? സീതമ്മയുടെ അല്ലേ? സോ ഇതപ്പ സീതമ്മ തന്നെ സ്വീകരിക്കണം. സീത,
എത്രയും പെട്ടെന്ന് ഈ സാരി എടുത്ത് മണ്ഡപത്തിലേക്ക് വാ. സീമോളെ, മോൾ എന്റെ കൂടെ വാ, വേഗം വാ. ബഡ്ഡി ബംഗാരി അമ്മ ആന്റി, സീതമ്മ എന്നെ എന്തോ പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താന്ന് കേട്ടിട്ട് വരാൻ കേട്ടോ. നിങ്ങൾ പോയിക്കോ. അയ്യോ, ഇപ്പോ സീതമ്മ വളരെ ബിസിയാണ്. ഏഞ്ചലിനെ പോലെ ഇപ്പൊ വരും. നീ എന്റെ കൂടെ വാ. വാ 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 വാ. വേഗം വാ സീത. നിന്റെയും രാമന്റെയും കല്യാണം കഴിഞ്ഞ എന്റെ കുടുംബത്തിന് അനന്തരാവകാശിയായിട്ട് രാമന്റെ ഒരു കുട്ടി വേണം. സിഹിയെ കൂടാതെ മറ്റൊരു കുട്ടിയുടെ അമ്മയാവില്ല എന്ന് നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് മനസ്സറിഞ്ഞ് സമ്മതിക്കും. രാമന് വേണ്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു അമ്മയെ പോലെ ഞാൻ അപേക്ഷിക്കുക. ഒന്നും ചെയ്യരുത്. നോക്ക് മോളെ, ഇനി ഉടനെ ഒരു അനന്തരാവകാശിയെ തരണം. 1 വർഷത്തിനുള്ളിൽ കുഞ്ഞിനെ എന്റെ കയ്യിൽ തരും. മേഡം, എല്ലാം കഴിഞ്ഞു. ഞാൻ ഈ കല്യാണം കഴിക്കരുത്. ഇതൊരു കള്ളത്തിന് പുറത്ത് നടക്കുന്ന കല്യാണമാണ്. ഒരു കുഞ്ഞിനെ വേണമെന്ന് മുത്തശ്ശൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ പ്രതീക്ഷകളെ ഞാൻ നിരാശപ്പെടുത്തരുത്. ഈ കല്യാണം നടന്ന അതെന്റെ സ്വാർത്ഥതയാവും. എനിക്ക് ഈ കല്യാണം വേണ്ട. അല്ല സൂരി, കൊച്ചുമോന്റെ കല്യാണം ഒരാഘോഷമാക്കി മാറ്റിയല്ലോ. അതെ, ഇത് ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹിച്ച നിമിഷം. മുത്തശ്ശി, സീതമ്മ ഇപ്പൊ റെഡിയായി കാണില്ലേ? റെഡിയായി കാണും. പ്രിയ വരുന്നുണ്ടോ സീതയെ വിളിച്ചോണ്ട് വരാൻ? മുത്തശ്ശി, ഞാനും ഇവിടെ ഉണ്ട്. നിന്നെ വിളിക്കാതെ പോവോ മോളെ? വാ. മുത്തശ്ശി, സീതമ്മ കല്യാണ പെണ്ണിന്റെ സാരി കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? സെയിം സീതാമാതയെ പോലെ തന്നെ ഉണ്ടാവുമല്ലേ കാണാൻ? അതേ മോളെ, സാക്ഷാൽ സീതാമാതാവിനെ പോലെ തന്നെ ഉണ്ടാവും കാണാൻ. സീതയുടെ കഴുത്തിൽ ഈ താലി വീഴുമ്പോൾ അത് നിന്റെ വിജയമാണെന്ന് കരുതിയിരിക്കുകയാണല്ലേ രാമ. ഈ വിജയം ഭാർഗവിയുടെയാണ് രാമ. സീത, റെഡിയായില്ലേ? ഡോർ ഓപ്പൺ ചെയ്യ്. സീതേ, എല്ലാരും വെയിറ്റ് ചെയ്യോ? വാതിൽ തുറക്ക്. അവളുടെ കല്യാണമോ? റെഡി ആവാൻ ഇത്ര നേരോ? എന്തു പറ്റി സീത? സീതമ്മ, വാതിൽ തുറക്ക്. എല്ലാരും നിന്നോട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സീത, സീതേ, കേക്കുന്നില്ലേ? വാതിൽ തുറക്ക്.
गौरी पुत्रान्मा गणेश क्रान्मा स्कंदाक्षान्मा व्यान्मा पूतान्मा दक्षाक्षान्मा वाणी प्रधान्मा श्रद्धान्मा कुटकत्रेमा देवानिकाचन्मा शुद्धां शवादिशो सोम सूर्यंगोचनान्मा पाशांगमा श्रीमंत्री परमहा गणपति देवताभ्यो नमो ग्राप्यावनस्पतिर्सोत्पन्नाना गन्धाढ्योगन्नमतमाग्रेय सर्वदेवानां धूपो हिंबदिगुष्यतां धूपमाग्रापयामि ആ പെട്ടിലിങ്ങോട്ട് എടുത്തോളാം. धूपमाघ्राप्यावनस्पतिर्सोत्पन्नाना गन्धाढ्योगन्नमतमाग्रेय सर्वदेवानां धूपो हिंबदिगुष्यतां धूपमाग्राप्यामि. എടാ ഇനി നിന്റെ കല്യാണത്തിന് കുറച്ച് നിമിഷങ്ങൾ മാത്രം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യുടാ. മുഹൂർത്തമായിരിക്കണു, വധുവിനെ കൊണ്ടുവരാ. എന്താ എന്തു പറ്റി? എന്താ ഇത്ര വൈകുന്നേ? സീത വാതിൽ തുറക്കുന്നില്ല. അവളൊന്നും മിണ്ടുന്നുമില്ല. ശരി, നിങ്ങൾ എല്ലാവരും പൊക്കോളൂ. സീതയെ ഞാൻ കൊണ്ടുവന്നു. സീത, സീത, വാതിൽ തുറക്ക സീത. ഞാൻ ഭാർഗവിയെ സംസാരിക്കുന്നേ. സീത, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? എനിക്ക് മുത്തശ്ശനോട് സംസാരിക്കണം. ഈ നേരത്തെ അച്ഛനോട് സംസാരിക്കാനോ? അവിടെ മുഹൂർത്തം കഴിയ സീത. ഈ സമയത്ത് തന്നെ ഒരു തീരുമാനം എടുക്കണം. മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ വെച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതെ എനിക്കൊരു കല്യാണം കഴിക്കാനാവില്ല. ഡയറക്റ്റ് ആയിട്ട് മുത്തശ്ശനോട് കുഞ്ഞിന്റെ കാര്യം സംസാരിക്കണം. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, അവർ സമ്മതിച്ചാൽ മാത്രമേ ഈ കല്യാണം നടക്കൂ. ഞാൻ ഇന്നലെ നിന്നോട് അത്രയൊക്കെ സംസാരിച്ചിട്ട് നിനക്ക് ഇനിയും അച്ഛനോട് സംസാരിക്കണമെന്നാണെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം. അച്ഛാ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്താ? ഒന്നുമില്ല അച്ഛാ, ഒരു മിനിറ്റ് ഒന്ന് വാ. ഒരു മിനിറ്റ്. അച്ഛാ, അത് പിന്നെ സീത. എന്താ? അയ്യോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സീത ആ കുട്ടിയെ കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ട്. കുട്ടിയെന്ന് വെച്ചാ സിഹിയെ കുറിച്ച്. അവളുടെ സിഹി നമ്മുടെ വീട്ടിൽ എങ്ങനെ കഴിയുന്നു എന്നതിനെ കുറിച്ച് അവൾക്ക് എന്തോ വല്ലാതെ വിഷമമുണ്ട് അച്ഛാ. അതിൽ വിഷമിക്കാൻ മാത്രം എന്താ മോളെ? ഞാനത് നേരത്തെ വാക്ക് കൊടുത്തതാണല്ലോ. അതല്ല അച്ഛാ, അവള് കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം സിഹിയെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ എന്നൊക്കെ അതുപോലത്തെ ആലോചന അവൾക്ക്. മുഹൂർത്തമാണെങ്കിൽ കഴിയാറായി അച്ഛാ. അച്ഛൻ വന്ന് അവളോടൊന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചാ അവൾക്കൊരു സമാധാനം കിട്ടും അച്ഛാ. അതുകൊണ്ട് ഞാൻ. ശരി ശരി, ആവട്ടെ, നടക്ക. എന്താ മോളെ സീത, കുഞ്ഞിന്റെ കാര്യമല്ലോ, ഇത്രയ്ക്കും ബേജാറാണോ? മുത്തശ്ശ, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഈ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി സംസാരിക്കുന്നതിന്. എന്റെ മനസ്സിലുള്ളത് നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. വന്നോളാ, ഇങ്ങോട്ട് കയറിയിരിക്കുക. ഓം ധ്രുവന്തേ രാജാ ദ്രാവരുണ ധ്രുവം ദേവോ ബൃഹസ്പതേ. കയറിയിരിക്കുക.
നോക്ക്, ഭാർഗവി എന്നോടെല്ലാം പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ തീരുമാനമെടുത്തതാ. സിഹി ഞങ്ങളുടെ കൊച്ചുമോള്, എന്റെ വീട്ടിലെ കുട്ടി, എന്റെ കൊച്ചുമോന്റെ മോള്, എന്റെ വീട്ടിലെ സന്തോഷം. നിനക്ക് തോന്നുന്നുണ്ടോ മോളെ, നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ മനസ്സിലാക്കുന്നില്ലെന്ന്? മോളെ, ഞാൻ അത്രയ്ക്കും ക്രൂരനാണോ മോളെ? മുത്തശ്ശ, അതങ്ങനെയല്ല. പിന്നെ എന്താ നിന്റെ പ്രയാസം? മകളുടെ കാര്യം ആലോചിച്ച് നിനക്കൊരു പ്രയാസവും വേണ്ട. അച്ഛാ, മുഹൂർത്തത്തിന് സമയമായി. എല്ലാവരും സീതയെ കാത്തിരിക്കുകയാണ്. സീത, നീ എല്ലാം സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ്? ഇനി എന്താ കൺഫ്യൂഷൻ? ഞാൻ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞല്ലോ. ഇത് തന്നെ അച്ഛാ ഞാനും പറഞ്ഞത്. അവൾക്ക് പക്ഷെ അത് മനസ്സിലായില്ല. മുതിർന്നവരുടെ ആശീർവാദം അതൊരു ആശീർവാദമായിട്ട് കാണണം. ഇങ്ങനെ വെറുതെ പേടിച്ചാൽ എങ്ങനെയാ? മനസ്സിലായി, സാരമില്ല. ഇന്നില്ലേ എന്റെ മൂത്ത മകൻ ഇന്ദ്രൻ വാണിയെ കല്യാണം കഴിച്ച ദിവസം. അവർ രണ്ടുപേരും ഇല്ലാത്ത കുറവ് നിങ്ങളെ വച്ചാ ഞാൻ നികത്തുന്നേ. വാണി അവിടെ ഇല്ലെന്നുള്ള കുറവ് നികത്താൻ വേണ്ടിയാ ഭഗവാൻ നിന്നെ ആ വീട്ടിലേക്ക് അയക്കുന്നത്. അല്ലേ മോളെ ഭാർഗവി? നിന്നെ കാണാൻ ശരിക്കും എന്റെ വാണിയെ പോലെ തന്നെയുണ്ട് മോളെ. നീ വാണിയുടെ പ്രതിരൂപമാണെന്ന് പറയുമ്പോൾ അവൾ അനുഭവിച്ച എല്ലാ വേദനയും നീയും അനുഭവിക്കണ്ടേ സീത? വെൽക്കം ഹോം. മുത്തശ്ശ, എന്റെ എല്ലാ സംശയങ്ങൾക്കും ഇപ്പൊ പരിഹാരമായി. നിങ്ങളെ വേദനിപ്പിച്ചതിന് ദയവ് ഇതിനോട് ക്ഷമിക്കണം. എന്നെ ആശീർവദിക്കണം മുത്തശ്ശ. നീയേ ഞങ്ങളെ വേദനിപ്പിച്ചില്ല മോളെ. ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം നിറയ്ക്കാൻ വരുന്നവള്. വാ വാ, രാമൻ കാത്തിരിക്കല്ലേ, പോവാം. വാ മോളെ ഭാർഗവി.